മഹേട്ടന് കല്യാണം വേണ്ടെന്ന് ചിന്തിക്കാൻ 100 കാരണങ്ങളുണ്ടാവാം. പക്ഷേ മാളുവിനൊരു അമ്മയെ വേണമെന്ന് ചിന്തിച്ച ആ 100 കാരണങ്ങളും ഇല്ലാതാവും. ആ ചിന്ത മഹേട്ടന് കൊടുക്കേണ്ടത് ആന്റിയാ. അതൊക്കെ പറഞ്ഞു തന്നെയാ നിങ്ങളുടെ നിശ്ചയം വരെ എത്തിച്ചത്. അതിനി അങ്ങ് പൂർത്തിയാക്കിയ മാളുവിനൊരു അമ്മയെ കിട്ടില്ലേ? അത് ആന്റി പറയേണ്ട രീതിയിൽ പറയുമ്പോ മഹേട്ടന് മനസ്സിലാവും. ആന്റി പറഞ്ഞ മഹേട്ടനെതിര് പറയില്ല. മഹി, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. എനിക്കറിയാം, മാളുവിനെ കുറിച്ച് ഓർത്ത് നിനക്ക് നല്ല ടെൻഷനാണല്ലേ. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയാ. അവരുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ആശങ്കയായിരിക്കും. ഏറ്റവും നല്ലത് അവർക്ക് ലഭിക്കണമെന്നും ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് സംഭവിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കും. ഒരമ്മയില്ലാത്തതാ മാളുവിന്റെ പ്രശ്നം. നീ കല്യാണം കഴിച്ച് ശ്രേയ നിന്റെ ഭാര്യയായി വന്നാൽ മാളു അവളെ അമ്മയായി അംഗീകരിക്കൂ. അതുവരെ മാളുവിന് ഒരിക്കലും ശ്രേയെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതേ അവസ്ഥ പണ്ട് നിനക്കുണ്ടായിരുന്നതാ. ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ മോൻ വളർന്നാൽ സ്വഭാവത്തിൽ പോലും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവൂന്ന് അറിയാവുന്നതുകൊണ്ടാ വിശ്വേട്ടൻ 2ാം വിവാഹത്തിന് തയ്യാറായത്. ഭർത്താവ് നഷ്ടപ്പെട്ട് 2 മക്കളുമായി ജീവിക്കുന്ന എന്നെ വിശ്വേട്ടൻ മോന്റെ അമ്മയെ തിരഞ്ഞെടുക്കുമ്പോ പലരും എതിർത്തിരുന്നു. ഞാനൊരിക്കലും രക്തബന്ധമില്ലാത്ത നിന്നെ മകനായി സ്നേഹിക്കില്ലെന്നും എന്റെ മക്കളായ രാഹുലിനും രേഷ്മയ്ക്കും ഒരച്ഛന്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നതെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്നും ചെയ്യുന്നതെന്നും വേറെ ആരെയും ബോധിപ്പിച്ചില്ലെങ്കിലും നിനക്കറിയാം. മോനെ, ഞാൻ എന്നും എന്റെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ. നിന്റെ കാര്യത്തിലാ എനിക്ക് എന്നും ടെൻഷൻ. നിന്റെ മനസ്സ് വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ വിവാഹത്തിന് ശ്രേയോട് പറഞ്ഞ ഡിമാൻഡിനെ കുറിച്ച് എനിക്കറിയാം. മാള് കുഞ്ഞാ. അവളുടെ മനസ്സിന് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പക്വതയൊന്നുമില്ല. അപ്പോ അവൾക്ക് വേണ്ടി അത് ചെയ്യേണ്ടത് നമ്മളാ. കുഞ്ഞുങ്ങൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങളെ പോലെയാ. അവർക്കങ്ങനെ പാറി നടക്കാനാ ഇഷ്ടം. അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാ അവർക്ക് ദേഷ്യം വരും. അവരതിനെ എതിർക്കും. ശ്രേയ മാളുവിനെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നോണ്ടാ മാളു ശ്രേയയോട് അകൽച്ച കാണിക്കുന്നത്. പക്ഷേ നീ ശ്രേയയെ കല്യാണം കഴിക്കുന്നതോടെ ഒരമ്മയുടെ അധികാരം ശ്രേയയ്ക്ക് ലഭിക്കും. അപ്പോ മാളു ശ്രേയയെ അനുസരിച്ചു തുടങ്ങും, അംഗീകരിക്കും. അവളുടെ സ്നേഹവും തിരിച്ചറിയും. അല്ലാതെ മാളു അംഗീകരിച്ച ശേഷം കല്യാണത്തിനായി കാത്തിരുന്ന അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇപ്പോഴും നീ എന്താ ആലോചിക്കുന്നത്? അല്ല, അമ്മ പറയുന്നത് ശരിയാണെന്ന് ചിന്തിക്കായിരുന്നു. അതെ മോനെ, അതാണ് ശരി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ശ്രേയെ വിവാഹം കഴിക്കണം. ശരി അമ്മേ, മാളുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. വിവാഹത്തിന് എനിക്ക് സമ്മതം. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ അമ്മ പ്ലാൻ ചെയ്തോളൂ. സന്തോഷേ മോനെ, ഇനിയെല്ലാം അമ്മ നോക്കിക്കോളാം. മാളു, മാളു, ആഹാ, എന്താ ഇവിടെ നിൽക്കുന്നേ? മാളൂട്ടിക്ക് കഴിക്കാൻ ഞാൻ ഏത്തപ്പഴം നെയ്യിൽ വറുത്ത് കൊണ്ടുവരട്ടെ? വേണ്ട. മാളൂട്ടിക്ക് എന്താ പറ്റിയേ? എന്തിനാ മാളൂട്ടി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ശ്രേയ എന്റെ അമ്മയാവുന്ന എനിക്ക് ഇഷ്ടമല്ല.
അതെന്താ മാളു, ശ്രേയച്ചി പാവല്ലേ? അല്ല, ശ്രേയ ഭയങ്കരിയാ. എന്നെ എന്റെ അമ്മയും ശ്രേയക്ക് ഭയങ്കര ദേഷ്യമാണ്. ശ്രേയ എന്റെ അമ്മയായ എന്നെ ഉപദ്രവിക്കും. എനിക്ക് അമ്മയായിട്ട് ശ്രേയ വേണ്ട. മോള് വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടത് ഞാനല്ലേ? അതെ. എന്റെ മകൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? ആ, പിന്നെ എന്തിനാ എന്റെ മോൾ ആർക്ക് വാരി കൊടുക്കണമെന്ന് നീ തീരുമാനിക്കുന്നത്? നിർത്തടി, നിന്റെ വാചക കസർത്ത് എന്നോട് വേണ്ട. ചേച്ചി എന്തിനാ ഒരു കാരണമില്ലാതെ എന്നെ വഴക്ക് പറയുന്നത്? മഹിയേട്ടന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് നീ ചെയ്തത്. മഹിയേട്ടന്റെ മനസ്സ് നീ വേദനിപ്പിച്ചു. അതിന് നീ മഹിയേട്ടനോട് മാപ്പ് ചോദിക്കണം. അതെന്തിനാ? ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. മഹിയേട്ടനോട് നീ മാപ്പ് ചോദിച്ചേ പറ്റൂ. മാളു പറയുന്നതിലും കാര്യമുണ്ട്. മാളുവിനെ പോലെ തന്നെ മഹിയേട്ടനും ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സത്യം എന്താന്ന് മഹിയേട്ടനോട് തന്നെ ചോദിക്കണം. പാവം മഹിയേട്ടൻ മനസ്സ് നിറച്ച് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. മഹേട്ടാ, എന്താ ഗംഗേ? അത് എനിക്ക് മഹേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. മഹേട്ടന്റെ ഉള്ളില് ആരോടും പറയാത്ത എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്ന് എനിക്കൊരു തോന്നല്. ഇഷ്ടമുള്ള ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ചാല് മഹേട്ടന്റെ സങ്കടങ്ങൾ പകുതി കുറയും. അതൊക്കെ ഗംഗയ്ക്ക് വെറുതെ തോന്നുന്നതാ. ശരി, എങ്കിൽ എന്റെ ഒരു സംശയത്തിന് മറുപടി തരാമോ? മഹിയേട്ടന് ഈ വിവാഹം ശരിക്കും ഇഷ്ടാണോ? മഹിയേട്ടാ, എന്തൊന്നും പറയാതെ പോന്നേ? ഗംഗേ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കണ്ട. മഹേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോ മഹേട്ടൻ ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്നല്ല അർത്ഥം? പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ വിവാഹത്തിന് തയ്യാറാവുന്നത്? മഹിയുടെയും ശ്രേയയുടെയും വിവാഹത്തിന് ഉത്തമമായ തീയതിയും മുഹൂർത്തവും ഞാൻ പിന്നീട് കുറിച്ചു തരാം. ഇപ്പോ ചില തടസ്സങ്ങൾ കാണുന്നു. ആരൂഢം മറയുന്നുണ്ട്. വീട്ടിൽ അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. പരിഹാരം എന്തെങ്കിലും ഉണ്ടാവില്ലേ? കർമ്മഫലം അനുഭവിക്കാനുണ്ടെങ്കിൽ അത് ഗ്രഹനിലയിലെ ദോഷപരിഹാരം കൊണ്ട് മാറ്റാനാവില്ല. ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കാൻ വേണ്ടി ചെയ്ത മന്ത്രക്രിയകളൊന്നും ഫലവത്തായില്ല. അവളുടെ ആത്മാവിപ്പോ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ക്രിയകൾ ചെയ്തതിൽ പിഴവ് വന്നിട്ടുണ്ടാവാം. അങ്ങനെ വരാൻ വഴിയില്ല. സ്വന്തം കൈകൊണ്ടാണോ അതെല്ലാം ചെയ്തത്? ഞങ്ങൾ ഉടനെ തറവാട്ടിലേക്ക് പോവും. ഞങ്ങൾ പോയി കഴിയുമ്പോ താൻ ഇവിടെ ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. പറഞ്ഞോളൂ മാഡം, ഞാൻ ചെയ്യാം. അല്ല, അത് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അയാളെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല. ഇതിനുള്ളിലുണ്ട് ആ രക്ഷാതകട്. ഇതുപോലെ തന്നെ കുഴിച്ചിടണം. ശുദ്ധവും വൃത്തിയും നോക്കി കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ചെയ്താൽ മാത്രം ഫലം കിട്ടുന്ന പ്രത്യേക ക്രിയയായിരുന്നു അത്. രക്ഷ പൊട്ടിച്ചാണ് ഗൗരിയുടെ ആത്മാവ് പുറത്തു വന്നത്. അതിനെ വീണ്ടും ബന്ധിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവോ?
എത്ര കടുത്ത ക്രിയ ചെയ്തിട്ടാണെങ്കിലും ആ ആത്മാവിനെ അവിടുന്ന് ഒഴിവാക്കണം. മരിച്ചുപോയവർക്ക് മറ്റൊരു ലോകമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ അവരിടപെടാൻ പാടില്ലെന്നല്ലേ? അതെ, ആദ്യം ആത്മാവിന്റെ ശക്തി കുറയ്ക്കണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഗൗരിയുടെ കുറച്ച് വസ്തുവകകൾ ഇപ്പോഴും ആ വീട്ടിലുണ്ട്. ആ വസ്തുക്കളാണ് ഗൗരിയുടെ ശക്തി കൂട്ടുന്നത്. ഗൗരിയുടെ വസ്തുവകകളെല്ലാം ആ വീട്ടിൽ നിന്ന് മാറ്റിയാലേ ആത്മാവിന്റെ സാന്നിധ്യം ഒഴിയൂ. അതോടെ ആത്മാവിന്റെ ശക്തി നശിക്കും. തുടർന്ന് ക്രിയ ചെയ്ത് ഉച്ചാടനം നടത്തണം. അതോടെ എന്നേക്കുമായി ഗൗരി അവസാനിക്കും. ഗൗരിയുടെ സാധനങ്ങൾ എടുത്തു മാറ്റാൻ മഹിയോ മാളോ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് മരിച്ചവർക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവരെ നമ്മൾ മറന്നേ പറ്റൂ. ചിലർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാലും മതി. ശരി, അത് ഞാൻ നോക്കിക്കൊള്ളാം. ആ പൂജയ്ക്കുള്ള തീയതി മുഹൂർത്തം കുറിച്ചു തന്നോളൂ. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് തന്നെയാ ജോത്സ്യനും പറഞ്ഞത്. ഞാനതിനെ സമ്മതിച്ചല്ലോ. അമ്മയെല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങിയില്ലേ? അതൊക്കെ തുടങ്ങി. പക്ഷേ ഒരു കല്യാണത്തിന് വേണ്ട തയ്യാറെടുപ്പ് ഈ വീട്ടിലും നിന്റെ മനസ്സിലുണ്ടാവണം മോനെ. ശ്രേയ നിന്നെ മാത്രം മോഹിച്ചു കഴിയുന്ന പെണ്ണ. അവള് നിന്റെ ഭാര്യയായി വരുമ്പോ അവൾക്കും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും എന്റെ മുൻ കണ്ടില്ലെന്ന് വെക്കരുത്. ഒരു പെൺകുട്ടിയുടെയും കണ്ണുനീർ ഈ തറവാട്ടിൽ വീഴാൻ പാടില്ല. ഞാൻ പറയുന്നത് മഹിക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാ അർത്ഥത്തിലും ശ്രേയ മോന്റെ ഭാര്യയായിരിക്കണം. ഇത് മോന്റെ രണ്ടാം വിവാഹമാണെങ്കിലും ഭാര്യയായി വരുന്നൊരു പെണ്ണ് ഭർത്താവിന്റെ കാര്യത്തിൽ എപ്പോഴും പൊസസീവ് ആയിരിക്കും. തന്റെ ഭർത്താവിന്റെ മനസ്സിൽ താൻ മാത്രമായിരിക്കണമെന്നേ ഏത് പെണ്ണും ആഗ്രഹിക്കൂ. മോനൊരിക്കലും ഗൗരിയെ മറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങനെയൊരു തോന്നൽ ശ്രേയയ്ക്കുണ്ടാവരുത്. ശ്രേയ എന്നെ സ്നേഹിക്കുന്നതോ ഭർത്താവായി കാണുന്നതോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ അമ്മ എന്നെ വളർത്തിയതുപോലെ ശ്രേയ നന്നായി മാളുവിനെ വളർത്തണം. നല്ലൊരു അമ്മയായി മാളുവിനെ സ്നേഹിക്കണം. എനിക്കത് മതി. അതൊക്കെ അവള് ചെയ്തോളും. മാളുവിനെ സ്വന്തം മോളെ അംഗീകരിച്ച ശ്രേയ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അവൾ എല്ലാ അർത്ഥത്തിലും നിന്നോട് നീതി പുലർത്തുമ്പോ തിരിച്ചും ആ സ്നേഹവും കരുതലും നീയും നൽകണം. ഈ വീട് നിറയെ ഗൗരിയുടെ ഓർമ്മകൾ. ഇനി അത് പാടില്ല. ഗൗരിയുടെ വസ്തുക്കൾ ഈ വീട്ടിൽ കാണുമ്പോ നീയും ആളും ഗൗരി ഓർക്കൂന്ന് ശ്രേയ ചിന്തിക്കും. അതവളെ വേദനിപ്പിക്കും. ആരോടും തുറന്നു പറഞ്ഞില്ലെങ്കിലും ചില വേദനകൾ സ്ത്രീകൾ ഉള്ളിലൊതുക്കും. അതനുഭവിച്ചവർക്ക് ആ കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞാൽ മതി. ഞാനതനുസരിച്ചോളാം. ആദ്യം നീ വീട്ടിലുള്ള ഗൗരിയുടെ വസ്തുക്കളെല്ലാം മാറ്റണം. ശരി അമ്മേ, ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അത് ചെയ്താൽ മതി. എന്റെ മുന്നിലൂടെ ഗൗരിയുടെ വസ്തുക്കളെല്ലാം എടുത്തു മാറ്റുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാം. എന്റെ മുറിയിലുള്ള ഗൗരിയുടെ ഫോട്ടോ എടുത്ത് മാറ്റരുത്. അത് ഞാൻ വിവാഹം കഴിഞ്ഞ പതിയെ മാറ്റിക്കോളാം. ഈ പ്ലാൻ വർക്കൗട്ടായി അമ്മേ. അയ്യോ, ഈ വീട്ടിലെ എന്റെ വസ്തുക്കളെല്ലാം മാറ്റിയ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? എന്റെ മഹിയേട്ടനെയും മാളുവിനെയും
ഞാൻ എങ്ങനെ കാണും? ഗൗരിയുടെ വസ്തുവകകളെല്ലാം ആ വീട്ടിൽ നിന്ന് മാറ്റിയാലേ ആത്മാവിന്റെ സാന്നിധ്യം ഒഴിയൂ. അതോടെ ആത്മാവിന്റെ ശക്തി നശിക്കും. തുടർന്ന് ക്രിയ ചെയ്ത് ഉച്ചാരണം നടത്തണം. അതോടെ എന്നേക്കുമായി ഗൗരി അവസാനിക്കും. ഈശ്വര, എല്ലാ ബാധകളിൽ നിന്നും എന്റെ കുടുംബത്തെ കാത്തോളണേ. ഗൗരിയുടേതായ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റണം. മഹി ഉള്ളപ്പോ എടുത്തിരുന്നെങ്കിൽ എല്ലാം ഉറപ്പാക്കി എടുക്കാമായിരുന്നു. മഹി ഇല്ലാത്തപ്പോ എടുത്താ മതിയെന്ന് മഹി തന്നെ പറഞ്ഞത്. ആദ്യം ഈ ഫോട്ടോ തന്നെ മാറ്റിയേക്കാം. വേണ്ട, ആ ഫോട്ടോ മാത്രം മാറ്റണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവൻ തന്നെ മാറ്റിക്കൊള്ളാന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സീമേ, ഒന്ന് ഉത്സാഹിച്ചാ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. ഓ, ഞാൻ റെഡി. ഇവരിതെല്ലാം എടുത്തു മാറ്റിയ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, ഇനി മാളുവിന്റെ മുറിയിലേക്ക് പോ. Baba black sheep, have you any wool? SR, 3 bags full. Baba black sheep, have you any wool? SR. മാളു റെഡിയായോ? ആകുന്നു. എന്നാലേ വേഗം ബാഗ് എടുത്തുണ്ട് വാ, ഇവിടെ കുറച്ച് ജോലിയുണ്ട്. എന്റെ മുറിയിൽ എന്താ ജോലി? ഈ മുറിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റി മുറി വൃത്തിയാക്കാൻ പോവാ. സീമേ, എല്ലാം എടുത്തോ. അത് എടുക്കരുത്, അതെന്റെ അമ്മയുടെയാ. മോളെ, ഇവരെല്ലാം കൂടി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുക. ഇനി എനിക്ക് ഒരിക്കലും എന്റെ മോളെ കാണാൻ പോലും സാധിക്കില്ല. എന്തിനാ തിരിച്ചു വെച്ചേ? എല്ലാം എടുത്തോ. എടുക്കരുതെന്നല്ലേ പറഞ്ഞത്? മോളിങ്ങോട്ട് മാറി നിന്നേ, സീമ ജോലി ചെയ്യട്ടെ. ഇനി മുതൽ മോളുടെ അമ്മ ഞാനാ. ഇനി മോൾക്ക് ഇവിടെ വയ്ക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാൻ തരാം, പോരെ? വേണ്ട, എനിക്ക് നിന്റെ ഒന്നും വേണ്ട. ഇതൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. വെറുതെ വഴക്കുണ്ടാക്കാതെ മാറി നിൽക്കുമാളൂ. ദേഹം എല്ലാം എടുത്തോണ്ട് ഇവിടുന്ന് ഇറങ്ങാം. എന്താ മാളു, എന്തുപറ്റി? വേഗം വാ. അവരെല്ലാം കൂടി എന്റെ മുറിയിൽ നിന്ന് അമ്മയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുവാ. ഒന്ന് വാങ്ങേ. അവരോട് അതൊന്നും എടുക്കരുതെന്ന് പറ. വാ വാ. ഇത് കണ്ടോ? അയ്യോ, ഇതെന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നെന്ന് നിനക്ക് കണ്ടൂടെ? മാളു കരയുന്ന കണ്ടില്ലേ? മഹേട്ടൻ സമ്മതിക്കാതെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. മഹി പറഞ്ഞിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. ഇവളെ എന്തിനാ നാത്തൂനി ഇതൊക്കെ ബോധിപ്പിക്കാൻ നിൽക്കുന്നേ?
മഹേട്ടനുള്ളപ്പോ ഇതൊക്കെ ചെയ്താ പോരെ? മാളുവിന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പല്ലേ? ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനേ നാത്തൂൻ ഇവിടെ ഉണ്ട്. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ നിക്കണ്ട. മാറി നിക്കടി അങ്ങോട്ട്. അതൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കരുത് ഗംഗേ. ഇല്ല മാളു, മഹേട്ടൻ വരാതെ ഇതൊന്നും മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്. സീമേ, എല്ലാം പുറത്തുകൊണ്ടേ കൂട്ടിയിട്ട് കത്തിക്ക്. പറ്റില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല.